ഇന്ത്യൻ പ്രീമിയർ ലീഗൊക്കെ അങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകളുടെ തകർപ്പൻ മത്സരങ്ങൾ ഒരു വലിയ സ്ക്രീനിൽ കാണണമെന്ന് ആഗ്രഹമില്ലാത്തവർ വിരളമായിരിക്കും. അപ്പോൾ അതിനായിട്ട് വളരെയധികം ക്യാഷൊക്കെ ചിലവഴിച്ച് ഒരു വലിയ ടി വി വാങ്ങുന്നതിലും നല്ലത് ഒരു നല്ല പ്രൊജക്ടർ വാങ്ങുന്നതല്ലേ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരക്കാർക്കായിട്ട് ഒരു നല്ല പ്രൊജക്ടർ, അതായത് പിക്സ്പാക്ക് ജപ്പാൻ്റെ OG എന്ന മോഡൽ പ്രൊജക്ടറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പിക്സ്പാക്ക് എന്നത് ഒരു ജപ്പാൻ ബ്രാൻഡാണ്. OG എന്നാൽ ഒറിജിനൽ. ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള പ്രമുഖ പത്രങ്ങളിലൊക്കെ തന്നെ ഫീച്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇതൊരു സാധാരണ പ്രൊജക്ടറല്ല, ഇതൊരു ആൻഡ്രോയിഡ് പ്രൊജക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മൊബൈൽ ഉപയോഗിച്ച് കാസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സെറ്റ് ടോപ്പ് ബോക്സ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിനുള്ളിൽ തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ, ധാരാളം ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് നെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഇതിൽ തന്നെ സ്ട്രീം ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പിക്സ്പാക്ക് ജപ്പാൻ എപ്പോഴും ഡോർ സ്റ്റെപ്പ് സർവീസാണ് കസ്റ്റമേഴ്സിന് നൽകുന്നത്. അത് ഒരു ഹൈലൈറ്റ് ആണ്. ഇതുപോലൊരു പാക്കേജിലായിട്ടാണ് നമുക്ക് ഈ പ്രൊജക്ടർ ലഭിക്കുന്നത്. ഇത് അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലായിട്ടൊരു ചെറിയ ബോക്സ് കാണാം. അതിൽ ആക്സസറീസാണ്. ആകെ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിലുണ്ടാവുക. ഒരു VGA കേബിൾ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നെറ്റ്, ഒരു റിമോട്ട്, ഒരു പവർ കേബിളും HDMI കേബിളും, പിന്നെ ഒരു AV കോഡും ഉണ്ടാകും പ്രൊജക്ടറിനോടൊപ്പം. മുകളിൽ നിന്നും പ്രൊജക്ടർ നോക്കിയാൽ ഒരു പെട്ടിക്ക് മുകളിൽ ഒരു സർക്കിൾ വെച്ച പോലെയാണ് തോന്നുക. ഫ്രണ്ട് സൈഡിൽ പ്രൊജക്ടർ ലെൻസും സെൻസറുകളും കാണാം. ഡസ്റ്റ് ഫ്രീ ആയി ഉപയോഗിക്കാൻ കഴിയും വിധം, എന്നാൽ നല്ല വെന്റിലേഷനുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. 3 ഫാനുകളാണ് കൂളിങ്ങിനായി ഇതിലുള്ളത്. സൈഡൊക്കെ അത്തരത്തിൽ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. താഴെയായി ക്ലീനിങ് മൊഡ്യൂൾ ഉണ്ട്. പുറകിലായി ലാൻ പോർട്ടും ഓഡിയോ ഔട്ട്, ഓഡിയോ വീഡിയോ ഇൻ, HDMI ഇൻ, 2 USB പോർട്ട്, VGA പോർട്ട് എന്നിവയും, ഇതുകൂടാതെ പ്രൊജക്ടർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളും പവർ ഇൻപുട്ട് കൊടുക്കാനുള്ള പോർട്ടും നമുക്കിവിടെ പുറകിലായി കാണാം. ഇതാണ് ഇതിൻ്റെ ഹോം സ്ക്രീൻ. ആൻഡ്രോയിഡ് TVകളുടെ അതേ ഇൻ്റർഫേസ്, കാരണം ഇത് ആൻഡ്രോയിഡ് 12 പ്രവർത്തിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ കുറച്ച് ആപ്സിൻ്റെ ടൈൽഡ് ആയിട്ടുള്ള ഐക്കണുകളും താഴെയായി വിവിധ പ്ലാറ്റ്ഫോമിലെ സജഷൻസും കാണാം. നല്ല ബ്രൈറ്റ്നസ് ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് തരുന്നുണ്ട്. അതായത് 11,000 ലൂമൻസ് എന്നാണ് കമ്പനി പറയുന്നത്. ആൻസി ലൂമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 800 ആൻസി ലൂമൻസ്. ഒരു വീട്ടിലേക്ക് അത്യാവശ്യം 450-500 ആൻസി ലൂമൻസ് ഉള്ള ഒരു പ്രൊജക്ടർ മതി. അപ്പോൾ ഈ ഒരു ബ്രൈറ്റ് എത്രമാത്രം ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. നല്ലൊരു ബ്രൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കളർ ടോൺ എടുത്ത് പറയേണ്ടതാണ്. ട്രൂ കളർ, അതായത് നമ്മൾ മൊബൈലിലൊക്കെ കാണുന്ന അതേ കളർ തന്നെ നമുക്ക് ഇതിലെ ഔട്ട്പുട്ടിലും കിട്ടുന്നുണ്ട്. നാനൂറ് ഇഞ്ച് വരെ വലിപ്പത്തിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കും. 8500:1 എന്നാണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ. 40,000 മണിക്കൂർ ലാമ്പ് ലൈഫും കമ്പനി ഇതിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നല്ലൊരു അടിപൊളി വ്യൂവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് സമ്മാനിക്കാനായിട്ട് ഇതിൽ 60 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ HDR സപ്പോർട്ടഡ് ആണ്. മറ്റൊരു കാര്യം നമുക്ക് പറയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിനായിട്ട് ഹൈ സിലിക്കോൺ ക്വാഡ് കോർ CPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിഷ്വലുകൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിലൊരു കളർ ടോൺ ലഭിക്കുന്നുണ്ട് അല്ലേ. നല്ലൊരു സാച്ചുറേഷൻ ഉണ്ട്, നല്ലൊരു കോൺട്രാസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് സമ്മാനിക്കാനായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വിവിഡ് സിനിമ എഞ്ചിൻ 3.0 എന്ന് പറയുന്ന ഒരു ടെക്നോളജി, അതും VCEX പ്രോസസ്സറിനോടൊപ്പമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുകൂടാതെ അൾട്രാ സ്മൂത്ത് ഓപ്പറേഷനായിട്ട് കോഡ് ഫ്ലാഷ് ടെക്നോളജിയും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. മുകളിൽ ഹോം, ആപ്സ്, വീഡിയോ, മ്യൂസിക്, സെറ്റിംഗ്സ് എന്നൊക്കെ ടാബുകളുണ്ട്. ആപ്സ് എന്നതിൽ നിരവധി ആപ്ലിക്കേഷൻസ് കാണാം. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറൊക്കെ ഇവിടെയുണ്ട്.
വീഡിയോസ് എന്നതിൽ വിവിധ പ്ലാറ്റ്ഫോമുകളിലെ വീഡിയോകളും മ്യൂസിക് എന്നതിൽ അതുപോലെ തന്നെ മ്യൂസിക്കുകളും ലഭ്യമാണ്. നമുക്ക് സെറ്റിങ്സിലേക്ക് കിടന്ന് എന്തൊക്കെയാണ് ഈ ഒരു പ്രൊജക്ടറിലുള്ള സെറ്റിങ്സ് അഥവാ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് മനസ്സിലാക്കാം. നെറ്റ്വർക്ക് എന്നതിൽ ഇതിലേക്ക് വൈഫൈ കണക്ട് ചെയ്യാനുള്ള സൗകര്യമാണുള്ളത്. ഇത് ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്ടറാണ്. ഇനി പ്രൊജക്ടറിൻ്റെ മെയിൻ സെറ്റിങ്സ് ആണ്. ഇവിടെ പ്രൊജക്ടർ നമ്മൾ ടേബിൾ ടോപ്പായാണോ സീലിംഗിൽ തലതിരിച്ചാണോ വച്ചിരിക്കുന്നത് എന്നതൊക്കെ അനുസരിച്ച് പ്രൊജക്ഷൻ റൊട്ടേറ്റ് ചെയ്യാനുള്ള സൗകര്യം ആദ്യം കാണാം. രണ്ടാമത്തേത് സൂം സെറ്റിംഗ് ആണ്. പ്രൊജക്ടർ സ്ക്രീനിനും അപ്പുറം ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകുന്നെങ്കിൽ നമുക്കിവിടെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഒക്കെയായി സൂം സൗകര്യം കാണാം. അടുത്തത് ഓട്ടോ ഫോക്കസ് ആണ്. ഇത് എനേബിൾ ആക്കിയിട്ടാൽ നമ്മൾ റിമോട്ടിലൂടെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊജക്ഷൻ സ്ക്രീനിനും പ്രൊജക്ടറിനും ഇടയിലെ ഡിസ്റ്റൻസ് അനുസരിച്ച് ദൃശ്യങ്ങൾ ഇത് സ്വയം ഫോക്കസ് ചെയ്ത് ക്ലിയർ ആക്കി തരും. അടുത്തത് ഓട്ടോ ട്രാപ്സോയിഡ് എന്ന ഫീച്ചറാണ്. പ്രൊജക്ഷൻ ദൃശ്യത്തിൽ വശങ്ങളിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഓട്ടോമാറ്റിക്കായി ഇല്ലാതാക്കാൻ ഈ ഫീച്ചർ സഹായിക്കും. മാനുവലായി വശങ്ങൾ ക്രമീകരിക്കാനുള്ള 4 പോയിൻ്റ് ട്രാപ്സോയിഡും 4 സൈഡ് ട്രാപ്സോയിഡും ഇതിലുണ്ട്. ഓട്ടോമാറ്റിക് കീസ്റ്റോൺ കറക്ഷൻ എന്ന പേരിലും ഇതറിയപ്പെടുന്നു. 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജും 3 GB റാമുമുള്ള ഇതിൽ ആൻഡ്രോയിഡിന് സമാനമായിട്ടുള്ളൊരു ഫയൽ ബ്രൗസർ സിസ്റ്റമാണുള്ളത്. 2160p വരെയുള്ള യൂട്യൂബ് വീഡിയോകൾ നമുക്കിതിലൂടെ പ്ലേ ചെയ്ത് കാണാനാവുന്നുണ്ട്. പക്ഷേ കമ്പനി നേറ്റീവ് റെസൊല്യൂഷൻ 1080p എന്നാണ് പറയുന്നത്. വിഷ്വലുകളുടെ കോൺട്രാസ്റ്റും സാച്ചുറേഷനും ഒക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള സൗകര്യം വിവിധ രീതികളിൽ ഈ ഒരു പ്രൊജക്ടറിലുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ പ്രീസെറ്റ് മോഡുകളും ഈക്വലൈസറും ഇതിലുണ്ട്. ധാരാളം ആപ്ലിക്കേഷനുകൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം. എന്നാൽ ഇതൊന്നും കൂടാതെ നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള കണ്ടന്റുകൾ സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ മിറാകാസ്റ്റ് വഴിയിട്ട് നമുക്ക് അതും സ്ട്രീം ചെയ്ത് കാണിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു മിറർ സൗകര്യവും ഈ ഒരു പ്രൊജക്ടറിലുണ്ട്. അപ്പോൾ ജപ്പാൻ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാവാം എന്തായാലും മികച്ചൊരു ക്വാളിറ്റി അത് വിഷ്വലുകളിലായാലും അതുപോലെ തന്നെ ബാക്കിയുള്ള പെർഫോമൻസിലായാലും ഇത് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്ടിന് വില ഇത്തിരി കൂടുതലാണ്. 26,999 വില വരുന്നത്. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇത് വാങ്ങാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് അതിൽ പോയി ഇത് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ OG4 എന്ന കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4000 രൂപ ഡിസ്കൗണ്ട് ലഭിക്കും. ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും അല്ലാതെ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറിക്കാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, 1000 രൂപ നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് നൽകേണ്ടി വരും. ബാക്കി പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്ന സമയത്ത് നൽകിയാൽ മതി. അപ്പോൾ എന്തായാലും വലിയൊരു സ്ക്രീനിൽ IPL കാണണം അല്ലെങ്കിൽ നല്ല സിനിമകൾ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഈ ഒരു പ്രൈസിന് കിട്ടുന്ന ഒരു മികച്ച പ്രൊജക്ടറാണ് പിക്സ്പാക്കിൻ്റെ ഈ OG എന്ന പ്രൊജക്ടർ. എന്തായാലും ഇത് പല ആളുകളും ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ അടുത്ത് റിലീസായ ഒരു പ്രൊജക്ടറല്ല. പല ആളുകളും എന്തായാലും ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഉപയോഗിക്കുന്നവർ ഇതിനെക്കുറിച്ചുള്ളൊരു കമൻറ്റ് വീഡിയോക്ക് താഴെ ഇടണം. എന്തായാലും അത് മറ്റുള്ളവർക്ക് സഹായകരവും. എങ്ങനെയുണ്ട് ഇതിൻ്റെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നറിയാം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.